നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ 1100 സ്ക്വയർ ഫീറ്റ് വരുന്ന 2 ബെഡ്റൂം വീടിന്റെ പണികൾ പുരോഗമിക്കുകയാണ്. ഇന്ന് വീടിന്റെ ഫ്രണ്ട് സിറ്റൌട്ടിന്റെയും ഫ്രണ്ട് ഷെയ്ഡിന്റെയും കോൺക്രീറ്റിംഗ് വർക്കുകളാണ് നടക്കുന്നത്. വീടിന്റെ പുറകുഭാഗവും സൈഡും ലിൻഡൽ ലെവലിൽ തന്നെ ഷെയ്ഡ് വാർത്തിരുന്നു. എന്നാൽ മുൻഭാഗം കുറച്ചുകൂടി ഭംഗിയാക്കാൻ ലിൻഡലിന് മുകളിൽ ഒരു കല്ലുകൂടി കെട്ടി ഉയരം കൂട്ടിയ ശേഷമാണ് നമ്മൾ സിറ്റൌട്ട് സ്ലാബ് വാർക്കുന്നത്. കോൺക്രീറ്റിംഗിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് M20 ഗ്രേഡാണ്. അതായത് സാധാരണ രീതിയിൽ അനുപാതം 1:1.5:3 എന്ന റേഷ്യോ. പക്ഷേ നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കുന്ന കുട്ടയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ ഒരു ബാഗ് സിമന്റിന് ഏകദേശം 2.5 കുട്ട വരും. അതുകൊണ്ട് ആ കൃത്യത കിട്ടാൻ ഒരു ബാഗ് സിമന്റിന് 4 കുട്ട എംസാൻഡും 7 കുട്ട മെറ്റലുമാണ് നമ്മൾ ചേർക്കുന്നത്. കൃത്യമായ മിക്സിംഗിനായി മിക്സർ മെഷീൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വൈബ്രേറ്റർ ഉപയോഗിക്കുക എന്നത്. എയർവോയിഡ്സ് ഒഴിവാക്കി കോൺക്രീറ്റ് കൃത്യമായി സെറ്റിലാകാൻ ഇത് സഹായിക്കും. കോൺക്രീറ്റ് ഇട്ട് വെള്ളം അല്പം വലിഞ്ഞ ശേഷം ഒരു ചെറിയ ഇടിമുട്ടി ഉപയോഗിച്ച് നമ്മളിത് തല്ലി ഉറപ്പിക്കുന്നുമുണ്ട്. വൈബ്രേറ്റർ നീഡിൽ കമ്പിയിൽ തട്ടുന്നത്. നീഡിൽ കമ്പിയിൽ തട്ടുമ്പോൾ ആ കമ്പി മുഴുവൻ കുലുങ്ങാൻ കാരണമാകുന്നു. ഇതുമൂലം ആദ്യം കോൺക്രീറ്റ് ഇട്ടു ലെവലാക്കിയ സ്ഥലങ്ങളിൽ വീണ്ടും ഇളക്കം സംഭവിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പിക്കും കോൺക്രീറ്റിനുമിടയിൽ വീണ്ടും എയർ ഗ്യാപ്പുകൾ ഉണ്ടാകാൻ കാരണമാകും. ഇതൊഴിവാക്കാനായി കോൺക്രീറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഒരു മരപ്പലക ഉപയോഗിച്ച് ഇടിമുട്ടി തയ്യാറാക്കി പതിയെ തട്ടിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിൽ 6 മാസത്തോളം മഴയുള്ളതുകൊണ്ടുതന്നെ റൂഫ് ടോപ്പിലെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം വളരെ പ്രധാനമാണ്. ഷെയ്ഡിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ നമ്മൾ പില്ലർ വരുന്ന ഭാഗത്ത് പില്ലറിനുള്ളിലൂടെ തന്നെ പൈപ്പുകൾ കൺസീൽഡായി നൽകി. ചുമര് വരുന്ന ഭാഗങ്ങളിൽ വശങ്ങളിലായി റെഡ്യൂസറുകൾ കൊടുത്ത് വെള്ളം താഴേക്കൊഴുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെള്ളം കൃത്യമായി ഈ പൈപ്പുകളിലേക്ക് ഒഴുകിയെത്താൻ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു സ്ലോപ്പ് നൽകണം. വെള്ളം വശങ്ങളിലേക്ക് പരന്നൊഴുകാതെ നേരിട്ട് റെഡ്യൂസറിലേക്ക് തന്നെ എത്താൻ ചെറിയ ബണ്ടുകൾ പോലെ സൈഡ് ബെയറിംഗ് നൽകുന്നത് വളരെ ഉപകാരപ്പെടും. ഇത് ഒരു ഓപ്പൺ ഡ്രെയിനേജ് പോലെ പ്രവർത്തിക്കുകയും വെള്ളം സുഗമമായി പൈപ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും.